എല്ലാവർക്കും നമസ്കാരം. ആഹ് നമ്മോടൊപ്പം ഇന്നുള്ളത് ശ്രീ സാനു സാറാണ്. കഴിഞ്ഞ 20 വർഷമായി വളരെ നല്ല രീതിയിൽ വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ സ്കൂൾ ഓഫ് യോഗയുടെ സ്ഥാപകനാണ്. അതോടൊപ്പം നല്ലൊരു യോഗ അധ്യാപകനും ഒട്ടനവധി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ ഒരു ആഹ് യോഗ എന്ന വിഷയത്തിലേക്ക് അല്ലെങ്കിൽ യോഗ എന്ന ഫീൽഡിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. കൂടുതലായി അദ്ദേഹത്തെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടും യോഗയെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് സാറിൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ചാണ്. സാറ് കേരളത്തിൽ തിരുവനന്തപുരത്താണ്. എവിടെയായിരുന്നു സാറിൻ്റെ ജനനം? സാറിൻ്റെ പ്രിലിമിനറി വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഇതൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. സാർ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ തിരുവനന്തപുരത്ത് നേമത്തിനടുത്ത് പ്രാവച്ചമ്പലം, കൃത്യമായി പറഞ്ഞാൽ അരിക്കടമുക്ക് എന്നുള്ളതാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ പ്രാഥമിക പഠനം 7ാം ക്ലാസ് വരെ നേമം UPS സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ SME ഹൈസ്കൂൾ തിരുവനന്തപുരത്തേക്ക് മാറി. 10th കഴിഞ്ഞതിന് ശേഷം +2 അല്ലെങ്കിൽ അന്നത്തെ പ്രീ ഡിഗ്രി ഞാൻ MG കോളേജിലാണ് പഠിച്ചത്. MG കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ അതിലേക്ക് പോയി. പിന്നെ 2014 അതിൽ നിന്ന് വിരമിച്ചു. സാറിൻ്റെ ബയോഡേറ്റ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു കാര്യം കണ്ടത് ഒട്ടനവധി പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷൻ ഡിഗ്രികളെല്ലാം ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ഇതെല്ലാം എവിടെയാണ്? സാറ് സർവീസിലിരിക്കുമ്പോഴാണോ അതോ വിരമിച്ചതിന് ശേഷമാണോ? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സാറിന്? ഓക്കെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ജസ്റ്റ് ഫസ്റ്റ് ഇയർ ഡിഗ്രി ജോയിൻ ചെയ്തപ്പോഴാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ പഠനം അവിടെ വെച്ച് നിന്നുപോയി എന്നുള്ളൊരു തോന്നലിലാണ് അവിടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ട്രെയിനിങ് കഴിഞ്ഞു. ഒരു വർഷത്തെ കാലത്ത് ട്രെയിനിങ്, അത് കഴിഞ്ഞ് പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും ഒരുപാട് സമയം കിട്ടുന്നുണ്ട് പഠിക്കാൻ. അങ്ങനെ പിന്നെ വീണ്ടും പഠനം പുനരാരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ വീണ്ടും MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എനിക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ MPhil പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. അപ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് സ്ഥലം മാറ്റമായി. ഞാൻ രാജസ്ഥാനിലേക്ക് ബിക്കാനാറിലേക്ക് പോയി. ബിക്കാനാറിലെത്തിപ്പെട്ടതിന് ശേഷം വീണ്ടും MA പൊളിറ്റിക്കൽ സയൻസ് അവിടെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ MA ടൂറിസം മാനേജ്മെൻറ്റ്. ഇങ്ങനെ 2-3. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് ആണ് ആദ്യം ഞാൻ നോക്കുന്നത്. അവിടുത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്. അപ്പോൾ ജോലിയുടെ ഇടയിലൂടെ പഠനവും എന്നുള്ള രീതിയിലായിരുന്നു കൊണ്ടുപോയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്വാളിയറിലേക്ക് ട്രാൻസ്ഫറായി. അവിടെ വന്നപ്പോഴത്തേക്ക് LLB ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ 3 വർഷക്കാലം LLB പഠനം നടത്തി. LLB കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ക്രിമിനോളജിയിലേക്കൊന്ന് സ്പെഷ്യലൈസ് ചെയ്തു. അതിനിടയിൽ പിന്നെ യോഗയോട് കൂടുതൽ താല്പര്യം തോന്നി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ എന്നൊരു കോഴ്സിന് ജീവാജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗ്വാളിയറിൽ തന്നെ ഞാൻ ചേർന്നു. അവിടെ പഠനം അന്ന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അടുത്ത ട്രാൻസ്ഫറായി തഞ്ചാവൂരിലേക്ക്. അവിടെ വരുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത അണ്ണാമല യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ എന്നൊരു കോഴ്സിലേക്ക് ചേർന്നു. അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ യോഗ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ അടുത്ത MSc യോഗയും അവിടെ നിന്ന് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ തഞ്ചാവൂർ തന്നെ തമിഴ് യൂണിവേഴ്സിറ്റി ഉണ്ട്. എയർഫോഴ്സ് സ്റ്റേഷനും തമിഴ് യൂണിവേഴ്സിറ്റിയും തമ്മിലൊരു മതിലിൻ്റെ വ്യത്യാസമുണ്ട്. അവിടെ തന്നെ എനിക്ക് PhDക്കും അഡ്മിഷൻ കിട്ടി. അങ്ങനെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ കോഴ്സുകളെല്ലാം ചെയ്തത്. ജോലി ഒരു ഭാഗത്ത്, പഠനം ഒരു ഭാഗത്ത് എന്നുള്ള രീതിയിലായിരുന്നു കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ യോഗയുടെ പഠനങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഇൻ യോഗ അത് ചെയ്തത് 2004-ലാണ്. ഏപ്രിൽ 10 ആകുമ്പോഴേക്കും 20 വർഷം തികയുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ കണ്ടുമുട്ടിയതും. അങ്ങനെ ഒരു 20 വർഷം മുമ്പ് ചെയ്ത ഒരു യോഗ കോഴ്സിൻ്റെ ഭാഗമായി 2004 തന്നെ പഠിപ്പിക്കുവാനുള്ളൊരു ഭാഗ്യം രാജസ്ഥാനിലെ ബിക്കാനേറിൽ തന്നെ ലഭിച്ചു. അന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഓരോ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറി പോകുമ്പോഴും എനിക്ക് പഠിപ്പിക്കുവാനുള്ളൊരു ഭാഗ്യം, ഭാഗ്യമെന്ന് തന്നെ പറയണം. കാരണം ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ ഭാഗ്യങ്ങൾ തേടി വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി.
2014 റിട്ടയറായി നാട്ടിലേക്ക് വരുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, അതിന് മുന്നേ ആയിട്ട് തന്നെ ചെന്നൈയിൽ ഒരു നല്ലൊരു റെപ്യൂട്ടഡ് യോഗ സ്ഥാപനത്തിൽ യോഗ അധ്യാപകനായി സെലക്ഷൻ കിട്ടിയാണ് ഞാൻ എയർഫോഴ്സിൽ നിന്ന് തന്നെ വിരമിക്കുന്നത്. എന്നാലും ഒരു സ്വന്തം നാട്ടിലേക്ക് വരണമെന്നുള്ളൊരു മോഹത്തിൽ ഞാൻ പിന്നെ നേരെ തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്നത് ഒപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ തെറാപ്പി എന്നൊരു കോഴ്സിന് അധ്യാപകനെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഭാഗ്യം അവിടെയും കടാക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അധ്യാപകനായി ഒരുപാട് കൊല്ലങ്ങൾ അവിടെ അധ്യാപനം നടത്താൻ പറ്റി. അങ്ങനെയാണ് സാർ. അപ്പോൾ ഈ ജോലിയോടൊപ്പം തന്നെയാണ് പഠനവും ഒരു വശത്ത് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് സാർ യോജിച്ച് സാറിന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് എങ്ങനെയാണ്? കാരണം സാർ ഒരു ഡിഫൻസ് ഫോഴ്സിലാണ്. അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു കോഴ്സുകളും ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒന്നിച്ച് സാറിന് വളരെ വിജയകരമായി കൊണ്ടുപോകാൻ സാധിച്ചത് എങ്ങനെയാണ്? അതിനുള്ള സമയം സാർ എങ്ങനെ കണ്ടെത്തുകയായിരുന്നു? കാരണം ഇതിന് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, പഠിക്കണം, ഇതിൻ്റേതായിട്ടുള്ള എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പം സാറിൻ്റെ ആ ഒരു ഔദ്യോഗിക ഡ്യൂട്ടികളും ഇതും എല്ലാം സാറിന് എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിച്ചത്? സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. കാരണം ഡിഫൻസിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അതായത് എൻ്റെ ഡ്യൂട്ടി സമയം ആരംഭിക്കുന്ന ആ സമയത്ത് രാവിലെ 2:30-ക്കും 3 മണിക്കുമാണ്. ഞാൻ ഫൈറ്റർ സ്ക്വാഡ്രനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 3 മണിക്ക് ആരംഭിക്കുന്ന ഡ്യൂട്ടി ചിലപ്പോൾ ഏത് സമയത്ത് തീരും, മിക്കവാറും ഒരു ഉച്ചവരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഫ്ലൈയിങ് ഉണ്ടാകും. അങ്ങനെ ഒരു തിരക്കേറിയ ഒരു ജീവിതം തന്നെയായിരുന്നു. പക്ഷേ ആ തിരക്കേറിയ ജീവിതത്തിൽ ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് ഞാൻ ആലോചിച്ചു. അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ വരുന്നു, പിന്നെ അവിടുത്തെ കാര്യങ്ങളുമായി അത് എൻഗേജായി പോകുന്നു. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റീരിയോ ടൈപ്പ് ലൈഫ്. എല്ലാ ദിവസവും വരുന്നു, അതുതന്നെയാണ് വീണ്ടും പെർഫോം ചെയ്യുന്നത്, തിരിച്ചു പോകുന്നു. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ട ജീവിതത്തിൽ. നമുക്കറിയാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ചെന്ന് ചേരുമ്പോഴാണ് പറയുന്നത് ഇതിലേക്ക് ഞാൻ വരും, അജ്ഞനാണ്, എനിക്കൊന്നും അറിയില്ല എന്നൊരു തോന്നലാണ്. ഓരോ വിഷയത്തിലും ഒരു പി ജിയിലേക്ക് അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഈ പി ജിയിലേക്ക് ഞാൻ പോകുന്നത്. ആ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു പി ജി കോഴ്സിലേക്ക് അങ്ങ് ചേരും. അപ്പോൾ കുറച്ച് കൂടുതൽ അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ ഓരോ വിഷയങ്ങളിലേക്ക് താല്പര്യം വരുന്നതനുസരിച്ച് ഓരോ വിഷയങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം ലൈഫായിട്ടുള്ള ഒരു ജോലിയും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ബോറടി തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഇതിലേക്ക് അങ്ങ് മാറിയിരിക്കാമല്ലോ. അപ്പോൾ ഏത് സമയവും ഒരു ബുക്കുണ്ടാവും കയ്യിൽ. അപ്പോൾ ജോലികൾക്കിടയിലൂടെ തന്നെ അത് നോക്കും. അന്നേരം ഒരു ഇൻട്രസ്റ്റ് തോന്നിയതാണ് കുറച്ച് സാഹസികത ആയാലോ ഒരു അഡ്വഞ്ചറസിലേക്ക് പോയാലോ എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ പിന്നെ അഡ്വഞ്ചറസ് സ്പോർട്സിലേക്കും പോയി. അപ്പോൾ കുറച്ചുകൂടെ തിരക്കായി. ജോലി ഒരു സ്ഥലത്ത്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒരു സ്ഥലത്ത്, പഠനം ഒരു സ്ഥലത്ത്, ഇങ്ങനെ അതിനിടയിൽ പിന്നെ കുടുംബത്തിനെ ഒപ്പം കൂട്ടി അപ്പോൾ കുറച്ചുകൂടെ തിരക്കായി. അപ്പോൾ ഈ തിരക്കുകളൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇതിനിടയിലുണ്ടായിരുന്നു. പാരാസെയിലിംഗ് ഇൻസ്ട്രക്ടറായിരുന്നു, പവേർഡ് ഹാൻഡ് ഗ്ലൈഡറിൻ്റെ പൈലറ്റായിരുന്നു, ദെൻ സ്കൈ ഡൈവറായിരുന്നു, പിന്നെ വിൻഡ് ഇങ്ങനെ പല വിവിധ ആക്ടിവിറ്റികളിലും വളരെ സജീവമായി തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടായി. അതോടൊപ്പം തന്നെ യോഗയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ്. സാറ് പറഞ്ഞതിൽ നിന്നും ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒട്ടനവധി മേഖലകളിൽ സാറിന് വ്യാപരിക്കാനായിട്ട് സാധിച്ചു അല്ലേ സാർ? അപ്പോൾ ഒരു 20 വർഷത്തിന് മുമ്പ് ഈ യോഗ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കാണുന്ന അത്ര അവയർനെസ് ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു നമുക്ക് പറയാം. കാരണം ആ സമയം ഒരുപക്ഷെ ഫിസിക്കൽ എക്സസൈസിന് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു യൂത്തിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു യങ് സമൂഹത്തിനെ എടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതലും ജിമ്മിൽ പോവുക, ഫിസിക്കലായിട്ട് എക്സസൈസ് ചെയ്യുക, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് അവർക്കതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സാറ് ഈ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് അടുക്കുന്നത്? ഇത് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതെ. ആരും സഞ്ചരിക്കാത്ത ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയാണ് സാർ യോഗയോട്ട് അടുത്തത്? അതെ, അതിൽ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ സാർ, ഞാൻ അഡ്വഞ്ചറസിലേക്ക്
കൂടെ കാലെടുത്ത് വെച്ചു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് നല്ല ഹൈറ്റ് ഫിയർനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ പേടിയും അതിൽ കൂടുതൽ ഞാൻ ഇൻവോൾവ് ആകുമ്പോൾ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൈറ്റ് ഫിയർനെസ് കൊണ്ട് തന്നെയാണ് ഞാൻ സ്കൈ ഡൈവിങ്ങിന് ശ്രമിച്ചത്. സ്കൈ ഡൈവ് ചെയ്യാനായിട്ട് ഞങ്ങളാദ്യം ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു AN-32 വിമാനമുണ്ട്. അത് വളരെ ഹൈറ്റിലാണ് പോകുന്നത്. ഒരു 12,500 ഫീറ്റ് ഹൈറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ ജമ്പാണ്. ഞങ്ങളൊക്കെ വളരെ ഇങ്ങനെ പേടിച്ചിരിക്കുവാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ടറുണ്ട്. അദ്ദേഹം ഒരിടത്തിങ്ങനെ കൂളായിട്ട്, അപ്പം ഞങ്ങൾ ഈ ട്രെയിനീസ് എല്ലാം ഇങ്ങനെ വിറച്ചിരിക്കുക. കാരണം അടിയിലേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു ഇൻസ്ട്രക്ടർ തൊട്ടപ്പുറത്ത് ഒരു ജപമാലയായിട്ട് ഇങ്ങനെ ഇരിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തിരുന്നൊരു ഫ്രണ്ട് പറഞ്ഞു, സാർ എത്ര കൂളായിട്ടായിരിക്കുന്നത്, നമ്മളൊക്കെ പേടിച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും ഏകദേശം നമുക്ക് ജമ്പ് ചെയ്യാനുള്ള സ്പോട്ട് എത്തി. അപ്പോൾ കമാൻഡ് ഇവിടെ നിന്ന് വന്നു, യെസ് ജമ്പ് ചെയ്യാമെന്ന്. AN-32 പുറകു വശമാണ് തുറക്കുന്നത്. പുറകുവശം ഇങ്ങനെ തുറന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കണ്ണും അതുപോലെ തുറന്നു വരികയാണ്. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇദ്ദേഹം വളരെ കൂളായിട്ട്, പുള്ളിയാണ് ആദ്യം ജമ്പ് ചെയ്യുന്നത്. പുള്ളി വളരെ കൂളായിട്ട് ജപമാല പോക്കറ്റിലേക്ക് ഇട്ടു. ഇൻസ്ട്രക്ടർ അല്ലേ സാർ പറഞ്ഞ ഇൻസ്ട്രക്ടർ? സീനിയർ ജമ്പറായിരുന്നു അദ്ദേഹം, അപ്പോഴത്തെ ഇൻസ്ട്രക്ടറും കൂടെയാണ്. പുള്ളി ഏറ്റവും പുറകിലേക്ക് ആ തുറന്ന വിമാനത്തിൻ്റെ റാമ്പിലേക്ക് പോയി നിന്നു. എന്നിട്ട് ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചു. എന്നിട്ട് പതിയെ ഇങ്ങനെ. ഇത്രയും കൂളായിട്ടൊരു മനുഷ്യന് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നിങ്ങനെ. അന്ന് നമ്മളൊക്കെ ഒരു ഇനീഷ്യൽ ട്രെയിനീസാണ്. വളരെ ഇതായിട്ടിങ്ങനെ നോക്കിയിരിക്കുക. പിന്നീട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇറ്റ്സ് എ പവർ ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള അതായത് നമ്മൾ എവിടേക്കാണ് എടുത്ത് ചാടുന്നത് ശരിക്കും മേഘത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് അടിഭാഗം കാണാൻ പറ്റുന്നില്ല. അത്രയും ഹൈറ്റിൽ ഇത്രയും കൂളായിട്ടൊരാൾക്ക് അത്രയും പവറുണ്ടോ മെഡിറ്റേഷന് എന്നുള്ളൊരു ചോദ്യം എനിക്കിങ്ങനെ മനസ്സിൽ വന്നു. ഞാൻ ആ കോഴ്സ് കഴിഞ്ഞ് നേരെ വന്നതും ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അതാണ് എൻ്റെ ഒരു ഇനിഷ്യൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക്. സാർ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് സാർ ഉദ്ദേശിച്ചത് യോഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? അതെ, യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സായിരുന്നു. അപ്പോൾ ഏതൊരു കോഴ്സും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു വിഷയത്തിനെക്കുറിച്ചും നമുക്ക് ആധികാരികമായി അറിയണമെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞു എന്നുള്ളതല്ല. അതിൽ കുറച്ചുകൂടെ എത്രത്തോളം നമുക്ക് ഡെപ്തിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ആകുമ്പോൾ നമുക്കതിനകത്തൊരു ചിട്ടവട്ടമുണ്ട്. നമുക്കതിനകത്തേക്ക് കൂടുതൽ ഡെപ്തായിട്ട് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനൊരു എക്സാം ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. മറ്റേ നമ്മളൊരു മിയർലി ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേക്കാളും ഒരു എക്സാം ഓറിയൻറ്റ് ചെയ്ത്, അപ്പോൾ നമുക്കൊരു നിർബന്ധം ഉണ്ടാവും പല കാര്യങ്ങളും അറിയണമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓരോ വിഷയത്തിനെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നുമ്പോഴും ഒരു കോഴ്സിനങ്ങ് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇൻ്റർനാഷണൽ ശിവാനന്ദ വേദാന്ത സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിലാണ് ആ കോഴ്സ്. ഒരു മാസം നമുക്കവിടെ റെസിഡൻഷ്യൽ കോഴ്സാണ്, അവിടെ നിന്ന് തന്നെ പഠിക്കണം. അങ്ങനെ ആ കോഴ്സിന് ഞാൻ പറഞ്ഞല്ലോ, രാജസ്ഥാനിൽ ബിക്കാനേറിലായിരുന്നു ആ സമയം. ലീവ് എടുത്ത് വീട്ടിലൊന്നും പോകാതെ പോയി ആശ്രമത്തിൽ നിന്നാണ് ആദ്യമായി ടീച്ചേഴ്സ് ട്രെയിനിങ്. അതായത് സാർ അവിടെ നിന്നുമാണ് ഈ യോഗയിലോട്ട് തിരിയുന്നത്? തീർച്ചയായും ഒരു ടേണിംഗ് പോയിന്റ് അതായിരുന്നു. ഇതിന് മുമ്പ് യോഗ പല രീതികളിലാണ് ഞാൻ വന്നിരുന്നത്. ചിലരൊക്കെ യോഗയ്ക്ക് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അത് വളരെ ഒരു എലൈറ്റ് ഗ്രൂപ്പാണ് യോഗയ്ക്ക് പോകുന്നത്. അപ്പം അതിന് മുമ്പ് എൻ്റെ മനസ്സിൽ യോഗ ശരിക്കും കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ നല്ലൊരു സ്മോക്കറായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് പുള്ളി സ്മോക്കിംഗ് ഒക്കെ നിർത്തി. ചോദിച്ചു, അച്ഛൻ എന്ത് പറ്റി, സിഗരറ്റൊന്നും വലിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഞാൻ യോഗ ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്കതൊരു അതിശയമായിരുന്നു. കാരണം പല ആവർത്തി അമ്മ പറയുന്നുണ്ട് സ്മോക്കിംഗ് നിർത്തണം എന്ന് പറഞ്ഞാലും അച്ഛന് നിർത്താൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷെ ഒരു യോഗ ഇൻസ്ട്രക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും പവറുണ്ടോ. അന്ന് ഞാൻ വളരെ ചെറുതാണ്. രാവിലെ അച്ഛൻ വളരെ ഗോപ്യമായിട്ട്, അതായത് വാതിലൊക്കെ അടച്ച് ഉള്ളിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതും എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ഒന്ന് ആ യോഗയെക്കുറിച്ചുള്ളൊരു രൂപം കൊണ്ടുവന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് യോഗയുടെ സെക്കൻഡ് പവറാണ് ഞാനിവിടെ കാണുന്നത്, ആ മെഡിറ്റേഷൻ്റെ ഒരു പവർ. സോ ഇതൊക്കെ എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ. അത് കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. ഒരിക്കലും ഒരു അധ്യാപകനാകണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയല്ല ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തത്. യോഗയെക്കുറിച്ച് അറിയണം, അതിനറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് നല്ലത് എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം
ഒരു ടീച്ചറിന് പറഞ്ഞു കൊടുക്കേണ്ട അത്രയും നമ്മൾ അറിയണമല്ലോ. എന്നാലേ ഒരു കുട്ടികളുടെ സംശയം നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രത്തോളം ഡെപ്തിൽ ആ സബ്ജക്റ്റിലേക്ക് പോകും എന്നുള്ളൊരു ധാരണയിലാണ്. അന്ന് ഈ ഒരു കോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. TTC മാത്രമേ അന്ന് MSc യോഗയൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. എനിക്കറിയുന്ന ഒരു കോഴ്സ് TTC ആയിരുന്നു. അങ്ങനെ എയർഫോഴ്സിൽ നിന്ന് ലീവ് എടുത്തു. 1 മാസം ആശ്രമത്തിൽ പോയി നിന്നു. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞു. അന്നേരമാണ് അറിയുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതാണ് എന്നെ പിന്നീട് കൂടുതൽ ഈ സബ്ജക്റ്റിനോട് അടുപ്പിക്കുന്നത്. പ്രാക്ടീസ് അന്ന് തന്നെ തുടങ്ങി. പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും നമ്മുടെ ഒരു ഹഠയോഗയുടെ ഒരു ആസനകൾക്കപ്പുറം ആ ഒരു യോഗയോടുള്ള ഒരു ഡെപ്തിലേക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വീണ്ടും അടുത്ത കോഴ്സിലേക്ക് പോയി. അങ്ങനെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗയിലേക്ക് ചേരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ ഒന്നും നമ്മൾ തിരയുന്ന സംഗതി കിട്ടുന്നില്ല. അതായത് എന്താണ് യോഗ, അത് നമ്മളിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇതിനിടയിലൂടെ എൻ്റെ പ്രാക്ടീസും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ MSc യോഗയിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ PhDയിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഒന്നുമല്ല ഇതിൻ്റെ മുന്നിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴും യോഗ പഠിപ്പിച്ചു തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. യോഗയിൽ ഒരിടത്തും അല്ല ഞാൻ. പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നു, പഠിപ്പിക്കുന്നു, അറിയാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ.